ഹലോ. ഇന്നത്തെ വീഡിയോ ഈ ഒരു അടുത്തിടെ നമ്മുടെ രഞ്ജു മാമിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു വൈറലായിട്ടുള്ള ഒരു ഗ്ലൂട്ടാത്തയോൺ മാറി നിൽക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഇല്ലേ, അത് ട്രൈ ചെയ്ത് നോക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് വൈസ് നമുക്ക് ആ ഒരു വീഡിയോ മാം പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. തൈര്, കാപ്പിപ്പൊടി, ജസ്റ്റ് 1-2 ഡ്രോപ്സ്, പിന്നെ ലെമൺ ജ്യൂസ്. അത് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളിയുടെ നീര് യൂസ് ചെയ്യാം. തക്കാളിയുടെ നീരും കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസിലും നെക്കിലും ഹാൻഡിലും ഓൾ ഓവർ ബോഡിയിൽ നന്നായിട്ടൊരു സോഫ്റ്റ് മസാജ് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു വാം വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്ത് കളയുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഒരു 7 ഡേയ്സ് ഇത് കണ്ടിന്യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഗ്ലൂട്ടോത്തേനൊക്കെ മാറി നിൽക്കും. സീരിയസ്ലി അതുപോലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന എത്ര പേരുണ്ടെന്നറിയാമോ, അതുപോലെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ മാം പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് പാക്കിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ആവശ്യമായിട്ടുള്ള തൈര് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫേസിലും നെക്കിലും മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ലെമൺ ജ്യൂസും ടൊമാറ്റോ ജ്യൂസും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പാക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് വരാം. അപ്പോൾ മാം പറഞ്ഞിട്ടുള്ളത് പോലെ ഗ്ലൂട്ടാത്തയോണിന്റെ അതേ എഫക്റ്റ് ആണ് ഇതിന് കിട്ടുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ റോസ് വാട്ടർ വെച്ചിട്ട് ടിഷ്യൂവിൽ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ച് ഒന്ന് ഫേസ് ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഫേസിൽ ഉള്ള അഴുക്കും പൊടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ റോസ് വാട്ടർ എന്ന് പറയുന്നത് ഒരു ക്ലെൻസറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫേസിൽ ഫുള്ളായിട്ട് അതൊന്ന് വൈപ്പ് ചെയ്ത് മാറ്റുന്നുണ്ട്. ശേഷം ഫേസിലേക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു സോഫ്റ്റ് മസാജ് കൊടുത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ കണ്ണിന് ചുറ്റും ഇങ്ങനെ ഫേസ് പാക്കൊന്നും അപ്ലൈ ചെയ്തുകൂടാ, പക്ഷെ ഞാനിതിൽ കണ്ണിന് ചുറ്റുമായിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. എനിവേ ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. നെക്കിലും അപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ എടുത്ത തൈര് ഭയങ്കരമായിട്ട് ലൂസായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തൈര് എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള തൈര് നോക്കി എടുക്കണം. അതാകുമ്പോൾ ഫേസിൽ നന്നായിട്ട് ഇങ്ങനെ പറ്റിയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒലിച്ച് പോകുന്നതായിരിക്കും. അപ്പോൾ പാക്ക് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടേ ഇത് വാഷ് ചെയ്യാവൂ. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫേസിൽ അത്യാവശ്യം പാക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു തുണിയിൽ വെള്ളത്തിൽ മുക്കിയിട്ടുള്ള തുണിയാണ് കേട്ടോ. ആ ചെറിയ നനവോട് കൂടി വേണം ഈ ഒരു ഫേസ് പാക്ക് വൈപ്പ് ചെയ്ത് കളയാൻ. അപ്പോൾ ഞാനിവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്ന് വൈപ്പ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള തുണി വെച്ചിട്ട് വേണം നമ്മൾ ഏതൊരു പാക്കായാലും ഒക്കെ അത് നമ്മൾ വൈപ്പ് ചെയ്ത് കളയാൻ. അല്ലെങ്കിൽ നമ്മൾ ഫേസ് ഈ പാക്കുമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കല്ലേ, അപ്പോൾ ഡയറക്റ്റ് ആ ഒരു തുണി വെച്ച് അങ്ങനെ തുടച്ചെടുക്കുന്നത് ശരിയല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ വേണം ചെയ്യാൻ. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള ഫുള്ളായിട്ട് തുടച്ച് മാറ്റിയതിന് ശേഷം അപ്പോഴും ഒരു നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കാണാൻ പറ്റിയത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയത്തില്ല, പക്ഷെ നേരിട്ട് എനിക്ക് നല്ലൊരു ചേഞ്ചാണ് ഒരു ഫേസിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഫുള്ള് വൈപ്പ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ നിന്ന് വൈപ്പ് ചെയ്ത് കളയുന്നുണ്ട്. എന്തായാലും നല്ലൊരു പാക്കാണ് കേട്ടോ.
ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ പാർലറിലൊക്കെ പോകാൻ ടൈമില്ലെങ്കിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഫുള്ളായിട്ട് തുടച്ച് മാറ്റുന്നുണ്ട്. പിന്നെ പോയിട്ട് ഫേസ് ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുള്ള റിസൾട്ടാണിത്. അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടാണിത്. അപ്പോൾ നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്ത് ഒന്ന് ആ ഒരു വെള്ള ഈർപ്പം നമുക്ക് ഫേസിൽ വെച്ച് ഒപ്പി എടുക്കാം. ഫുള്ളായിട്ട് തുടച്ച് മാറ്റാതെ ഇതുപോലെ ഒപ്പി എടുക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് യൂസിലെ റിസൾട്ടാണിത്. ഇത് എത്രത്തോളം നമുക്ക് വിസിബിൾ ആണെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നുണ്ട്. എന്തായാലും നല്ലൊരു പാക്കാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു പാക്കാണ്. ആ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് ഫേസ് ബ്രൈറ്റ് ആവും. എനിക്ക് ആ ഒരു പാക്ക് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് ഫേസ് ഒക്കെ വാഷ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നിയെന്ന് ഫേഷ്യലൊക്കെ ചെയ്യത്തില്ലേ, അതിനുശേഷം നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് ഒക്കെ അല്ലേ, അതേപോലെയാണ് എനിക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് മാം പറഞ്ഞിട്ടുള്ളത് 7 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രാവശ്യം തന്നെ ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പൊ അതുപോലെ 7 days കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. കോഫി പൗഡർ അറിയാമല്ലോ, കോഫി പൗഡർ വെച്ച് നമ്മൾ പല പാക്കുകളും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് നല്ലൊരു ബ്രൈറ്റ്നെസ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ഈ കോഫി പൗഡറിന്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടുള്ള ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു കോംബോ നല്ലൊരു എഫക്റ്റ് ആണ് കേട്ടോ തന്നത്. അപ്പൊ ഞാൻ ഇതിന് മുന്നേ കോഫി പൗഡറും അതുപോലെ തന്നെ തൈരും മാത്രം വെച്ചിട്ട് 7 days ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അന്ന് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പാക്ക് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഫേസിൽ നല്ല മാറ്റം ഉണ്ടായി. ടാനൊക്കെ നന്നായിട്ട് റിമൂവ് ആയിരുന്നു. അപ്പോൾ മാം പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു ബ്രൈറ്റ്നെസ് ആണ് കിട്ടുന്നത്. ഫേസ് നന്നായിട്ട് ഗ്ലോ ആകുന്നുണ്ട്. ടാൻ ആയിട്ടുള്ള ഫേസിലൊക്കെ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. എനിക്ക് എന്തായാലും ഈ ഒരു ഫേസ് പാക്ക് ഇഷ്ടമായി. അപ്പോൾ 7 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞിട്ടുള്ള അതേ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. എന്തായാലും ഈ ഒരു ഫേസ് പാക്ക് നല്ല സൂപ്പറാണ്. അപ്പൊ നിങ്ങളും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിവാക്കണം. നിങ്ങൾ ഏതൊരു പാക്ക് അപ്ലൈ ചെയ്താലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം അത് കണ്ടിന്യൂ ചെയ്യാം. പാച്ച് ടെസ്റ്റ് ചെയ്ത് ഫേസിന് ഓക്കെ ആണെങ്കിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.